ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോവാ. എവിടെ പോവാന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോവാ. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്ന് പോവാണേ. കുറേ ദിവസമായിട്ടോ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നു. കല്ലേരി അമ്പലത്തിൽ പോകണമെങ്കിൽ അമ്മ വീട്ടിൽ വരണം, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ വരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി അകലെ ആയതുകൊണ്ട് അവിടെ നിന്നൊന്നും വരാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിലാണേ. മോന് പനിയായത് കൊണ്ട് അടുത്ത ദിവസം പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടി കൊണ്ടുവരില്ല. അപ്പോൾ മോൻ്റെ പനിയൊക്കെ കുറഞ്ഞ് അപ്പോൾ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് ഉണ്ട് കേട്ടോ, അവിടത്തേക്ക് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ഇത് സുന്ദരമായ വയലൊക്കെ ഉണ്ട് കേട്ടോ, പോകുന്ന വഴിയിൽ. അപ്പം ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ കുടുംബക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നടന്നു പോകട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ മോള് ഞങ്ങളെ കണ്ടു, സ്കൂളിൽ വിട്ട് വരുന്ന വഴിയിൽ ഞങ്ങളെ കണ്ടപ്പോൾ അവൾക്ക് വീട്ടിൽ പോകാൻ മടിയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നു. ഞാൻ പുറത്ത് നിൽക്കാൻ ഞങ്ങൾ പോയിട്ട് തൊഴുതിട്ട് വാ. പക്ഷേ ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച ആയപ്പോൾ ഇവിടെ ഫുള്ള് തിരക്കാണ്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവൾ വീണ്ടും വീട്ടിലോട്ട് തിരിച്ചു പോയി. ഇവിടെയൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ടേക്ക് കയറുക കേട്ടോ. അപ്പോൾ ഇതായിട്ടില്ല, ഇപ്പം ഒരു 5 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ തിരക്കുണ്ട്. അപ്പോൾ ഈ കർക്കിടക ആയതുകൊണ്ട് വെള്ളാട്ടമൊന്നുമില്ല കേട്ടോ. വെള്ളിയാഴ്ച പായസമുണ്ടേ. അപ്പോൾ ഞങ്ങൾ പായസമൊക്കെ വാങ്ങിക്കഴിച്ച് നല്ല ചൂടായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ച് വീണ്ടും കുറച്ച് പായസമൊക്കെ കഴിപ്പിച്ച് വീട്ടിലോട്ടേക്ക് ഒരു ബോട്ടിൽ വാങ്ങി. അപ്പോൾ കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞിന് ഈ നജിച്ചേട്ടൻ്റെ കൂടെ വലിയ ഇഷ്ടമായി യാത്രയൊക്കെ പോകും. അപ്പോൾ ചേട്ടാ ഒരുപാട് പേര് വന്നിങ്ങനെ പോകുന്നുണ്ട്. വെള്ളാട്ടില്ലാത്ത കാരണം എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മടങ്ങി പോവാട്ടോ. കർക്കിടക ആയതുകൊണ്ടാണ് വെള്ളാട്ടില്ലാത്തത്. അപ്പോൾ ഇതവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതാ പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞു അവയ്ക്ക് ഒരു നിർബന്ധം, അതിൻ്റെ അകത്ത് കുളമുണ്ട്, അവിടെ ബട്ടർഫ്ലൈ പോലെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവനത് കണ്ടു. അപ്പോൾ നെജി അതിൻ്റെ അകത്തൊക്കെ ഇറങ്ങി കേട്ടോ. ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ, അവിടെ കല്യാണമൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയം.